വേം മരിക്കാം. നീ അമേരിക്കയിൽ പോയി പഠിക്കണോ എപ്പോഴാണ് ഹൃദയം മരിക്കാൻ മനസ്സിലാക്കാൻ? അള്ളാഹുവിന്റെ ഇസ്മ എപ്പോൾ ഹൃദയത്തില്ലയോ ആ ഹൃദയം മരിച്ചതാണ്. ഈ 5 വക്ത് നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഈ പള്ളിന്റെ പ്രസിഡന്റായിട്ടും കാര്യമില്ല, എനിക്ക് മുട്ടുവരെ താടിനൊരു കാര്യമില്ല. നല്ലല്ലേ, സുന്നത്താണ്, എന്ന് പറഞ്ഞുണ്ടാവണം. എന്താ പറഞ്ഞത്? അള്ളാഹിനെ കൽബിനോട് കയറ്റുക, അല്ലെങ്കിൽ ഒരു ഏർപ്പാടാണ്. അപ്പൊ ഒറ്റ പ്രശ്നമാണ്, ഒറ്റ പ്രശ്നം. കൽബിൽ അള്ളാഹു ഉണ്ടോ, നീ ജീവിച്ചവനാണ്. കൽബിൽ അള്ളാഹു ഇല്ലേ, നീ മരിച്ചവനാ. ജീവിച്ചവന് എന്തു നടക്കും, മരിച്ചവന് ഒന്നും നടക്കൂല. 2 അതിർത്തി അവർക്ക് തുറന്നു കൊടുത്താൽ മതി. ഒന്ന് ഈജിപ്തിന്റെ അതിർത്തിയും ഒന്ന് ജോർദാൻ അതിർത്തിയും. എന്തിനാ നിങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുന്നത്? ഭക്ഷണം കൊണ്ടിട്ട് നിങ്ങൾ ഗസക്കാർക്ക് വേണ്ടത് 2 അതിർത്തി തുറന്നു കൊടുക്കല. തുറക്കൂല എന്ന് നിങ്ങൾ ബായി അവരുമായി, ഇസ്രായേലുമായി. എന്നിട്ട് നിങ്ങൾ പത്രത്തിൽ എഴുതി വിടുക, ഞങ്ങളവിടെ ഇത്ര ടൺ ഭക്ഷണം ഇറക്കി, ഇത്ര വലിപ്പണ്ടല്ലോ. وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون. അവൻ കാന ഒരുത്തൻ, കാനമൈത്തൻ, അവൻ ചത്തവനായിരുന്നു. ഫഅഹ്യൈനാഹു, എന്നിട്ട് അവനെ നാം ജീവിപ്പിച്ചു. അവൻ ചത്തവനായിരുന്നു, പിന്നെ നാം അവനെ ജീവിപ്പിച്ചു. വജഅൽനാ ലഹു, എന്നിട്ട് നാം അവനാക്കി കൊടുത്തു നൂറൻ, ഒരു പ്രകാശം, യംശി ബിഹി ഫിന്നാസ്, ആ പ്രകാശവും കൊണ്ടാണ് അവൻ ജനങ്ങളിൽ നിൽക്കുന്നത്. കമൻ, അവനാണോ കമൻ, ഒരാളെ പോലെ. മസലുഹു, അവന്റെ ഉദാഹരണം, ഫിൽ ദുലുമാത്തി, ഇരുട്ടുകളുടെ ഗ്രാന്ധകാരങ്ങളിൽ നിൽക്കുകയാണ്. ലൈസ ബിഖാരിജി മിൻഹാ, ആ ഇരുട്ടിൽ നിന്ന് സ്വയമേവ പുറത്ത് കടക്കാൻ ഒരിക്കലും അവന് സാധ്യവുമല്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കമൻ, ഒരാളെ പോലെ. മസലുഹു, അവന്റെ ഉപമ, ഫിൽ ദുലുമാത്തി, അവൻ ഇരുട്ടുകളിലാണ്, ഇരുട്ടുകളുടെ ഗ്രാന്ധകാരങ്ങളിലാണ്. ലൈസ ബിഖാരിജി, അങ്ങനെയല്ലേ മോനെ? ലൈസ ബിഖാരിജി മിൻഹാ. എത്രാമത്തെ ആയത്താ ഞാൻ പറഞ്ഞത്? 122, 122. ഏതാ സൂറത്ത്? അൽഹംദുലില്ലാ, നമ്മളെ മക്കൾക്കൊക്കെ നാഫിയായ ഇൽമിനെ കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിനെ ഇഷ്ടപ്പെട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. എല്ലാവരും അല്ലാഹു തആല അജീബിച്ചവരെ കൂട്ടത്തിൽ അല്ലാഹു ചേർത്ത് തരട്ടെ. മക്കളെ, ആ ഹദീസ് അവിടെ വെക്കുക, എന്നിട്ട് ഈ ആയത്തിലേക്ക് വരിക, എന്നിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടൊരു വെളിച്ചം. ഒരാൾ മൈതൻ, ചത്തവനായിരുന്നു. ആരാ ചച്ചു? നിങ്ങൾ വിചാരിച്ച മരണല്ലത്, ഇത് വേറൊരു മരണം. മനസ്സിലായില്ല? ഇത് റൂഹ് ബോഡിയിട്ട് വിട്ടുപിരിയല്ല, പകരം റൂഹ് ഗ്രഹണം ബാധിക്കുക, കൽബ് മൂടിപ്പോവുക. അതിന് പിന്നെ വെളിച്ചം, അതിനൊരു വെളിച്ചമില്ല, പുറത്തുനിന്നൊരു വെളിച്ചം അങ്ങോട്ടോട്ട് പ്രവേശിക്കുകയും ഇല്ല. പിന്നെ ഞാൻ ഇടപെട്ടു, എനിക്ക് എവിടെ ഇടപെടാം. ഞാനാരാ? തുലിജുൽ ലൈല ഫിന്നഹാർ വതുലിജുൻ നഹാറ ഫില്ലൈൽ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വതർസുഖു മൻ തശാ بغير حساب حسبي ربي جل الله حسبي ربي جل الله അവൻ ജീവിച്ചിട്ടാ വരുന്നത്. പിന്നെ അവന്റെ കർമ്മം കൊണ്ട് അവൻ ചത്തുപോയി. ചാകുക എന്ന് പറഞ്ഞാൽ ജീവിച്ചോണ്ട് ചാവും, മരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കലല്ല. ചിലർ ജീവിച്ചോണ്ട് മരിക്കും, ചിലർ മനസ്സിലായി, ചിലർ ജീവിച്ചുകൊണ്ട് മരിക്കും, ചിലർ മരിച്ചുകൊണ്ട് ജീവിക്കും. അള്ളാഹിന്റെ മാർഗത്തിൽ മരിച്ചവരെ മരിച്ചു എന്ന് വിചാരിക്കുക പോലും ചെയ്യരുത്. യഥാർത്ഥത്തിൽ അവർ മരിച്ചിട്ടില്ല, അവർ മരിച്ചിട്ട് പിന്നെ ജീവിച്ചുകൊണ്ടേ മരിക്കും. ചില ആളുകളോ
ചില ആളുകൾ ജീവിച്ചവരായിരിക്കും, പക്ഷെ അവർ മരിച്ചുകൊണ്ട് ജീവിക്കും. ചിലർ ജീവിച്ചുകൊണ്ട് മരിക്കും. സ്വഹദാക്കളൊക്കെ ജീവിച്ചുകൊണ്ട് മരിക്കുകയാണ്, മരിച്ചിറക്കുക. ഇവിടെ കുഫർ തലേ കയറിയവരൊക്കെ പറ ചത്തവരെ കേൾപ്പിക്കാൻ അങ്ങക്ക് കഴിയുകയില്ല. സുഹൈൽ ഈ മജ്ലിസിലുണ്ട്, അദ്ദേഹം ആ കസേരയിൽ കയറിയിരിക്കാൻ വേണ്ടി പറയും. ഖാരി സുഹൈൽ ഈ മജ്ലിസിലുണ്ട്. ഞാൻ തിരക്കിട്ട് പോകണപ്പോൾ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഖാരി സുഹൈൽ ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഖാരി സുഹൈൽ ഈ കൂട്ടത്തിലുണ്ടല്ലോ. എവിടെ നോക്കിയോ കസേരയിൽ ഇരിക്കാൻ വേണ്ടി പറയും. ഇവിടെ എവിടെയോ ഉണ്ട്. فمن كان ميتا فأحييناه وجعلنا له نورا يمشي به في الناس. ചത്തുപോയിരുന്നു. അവന്റെ ദുഷ്ടപ്രവൃത്തി കൊണ്ട് അവൻ ചത്തുപോയി. എന്നിട്ട് നാം അവനെ ജീവിച്ചു. എനിക്ക് ഇരുട്ടിനെ വെളിച്ചത്തിലേക്കും, വെളിച്ചത്തിനെ ഇരുട്ടിലേക്കും, രാത്രിയെ പകലിലേക്കും, പകലിനെ രാത്രിയിലേക്കും കയറ്റാൻ കഴിയും. തൂലിജുല്ലയില, നീ പ്രവേശിപ്പിക്കുന്നു അല്ലയില രാത്രിയെ, പിന്നാരി പകൽ. തൂലിജുന്നാറ ഫില്ലയിൽ, പകലിനെ നീ പ്രവേശിപ്പിക്കും അല്ലയിൽ രാത്രിയിലേക്ക്. ഒക്കെ നിനക്ക് കഴിയും. എന്തു കഴിയും? فمن كان ميتا فأحييناه وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون. അവരുടെ ചെയ്തികൾ അവർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. ദുഷ്ടാത്മാക്കൾക്ക് അവരുടെ ചെയ്തികൾക്ക് അവർക്ക് അലങ്കാരമാണ്. അവർ ഇരുട്ടില, അവർ ഘനാന്ധകാരത്തില. ഒരിക്കലും ആ ഇരുട്ടിന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല. എന്നാൽ ചില ആളുകളുണ്ട്, ഞാനവരെ ജീവിപ്പിക്കും. ഒന്നുകൂടെ വല്ലാത്ത എനിക്ക് ഖുർആനിൽ ചില ആയത്തുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽപ്പെട്ട ആയത്തായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആയത്ത് പണ്ടേ ഇഷ്ടമാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആയത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം, വല്ലാത്ത ഇഷ്ടമാണ്. അതിൽപ്പെട്ടൊരായത്തായിട്ട് 122 അതൊരായത്താണ്. മറക്കരുത്. ഒന്നും കൂടി എൻ്റെ കൂടെ. ബഹുമാനപ്പെട്ട സുഹൈൽ കാവന്നൂർ 12 സുഹൈൽ ഖാരി, അദ്ദേഹം വലിയ ഖാരിയാണ്. അദ്ദേഹം തന്നെ വന്ന് കണ്ടിരുന്നു. പക്ഷെ തിരക്കിനിടയിൽ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നു പറയാൻ കഴിഞ്ഞില്ല. പരിസരത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്വാസിലേക്ക് 12 സുഹൈൽ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ തിരക്കിട്ട് ഓടിയതാണ്. വലിയ പ്രഗത്ഭനായ ഖാരിയാണ്. فمن كان ميتا فأحييناه وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس بخارج منها كذلك زين للكافرين ما كانوا يعملون. حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله അതിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് എന്നിട്ടാണ് ഈ ആയത്ത്. അത് ഭയങ്കര ബന്ധ. ആ ഭക്ഷണം, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാത്ത ഭക്ഷണം മനുഷ്യൻ്റെ ഹൃദയത്തെ കൊന്നുകളയും.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ. ആർക്ക് വിഷമം തോന്നരുത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. പ്രത്യേകിച്ച് ചിക്കൻ. മലബാറിലാവുമ്പോൾ ബീഫ് മട്ടൻ പ്രശ്നമില്ല. മലബാറിന് പുറത്ത് ശ്രദ്ധിക്കണം. മലബാറിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാതെ അറക്കപ്പെടൂല. അതേസമയത്ത് കോഴി വളരെ ശ്രദ്ധിക്കണം. ഞാൻ നിർബന്ധ സാഹചര്യത്തിൽ ഒരു ചിക്കൻ കഴിക്കേണ്ടി വന്നാൽ 99% കഴിക്കൂല. കഴിക്കേണ്ടി വന്നാൽ ആ കടക്കാരനെ വിളിച്ച് നിർബന്ധമായും സത്യം ചെയ്ത് ഞങ്ങളത് കൃത്യമായും ഹലാലായ മാർഗത്തിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അറുത്തതാണ് എന്ന് ബോധ്യപ്പെടുത്തി ഉറപ്പ് വരാതെ ഒരു ചിക്കനും ഞാൻ കഴിക്കില്ല. മട്ടൻ ബീഫ് പ്രശ്നമില്ല. എന്തുകൊണ്ട്? അത് സാധാരണ മലബാറാവുമ്പോൾ അങ്ങനെയേ ഉണ്ടാകും. എന്തുകൊണ്ട്? ഹൃദയം ചത്തു. പിന്നെ ജീവിപ്പിക്കണം എന്ന് ഉദ്ദേശമില്ലാത്തവരോട് പറഞ്ഞു വിചാരിച്ച കാര്യമല്ല. അതെൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഞാൻ കഴിക്കൂല. പിന്നെ സഹായത്താൽ എന്താണ് കഴിക്കൂല. എന്തുകൊണ്ട്? അള്ളാഹ് നാമം ഉച്ചരിക്കപ്പെടാത്ത ഭക്ഷണം അറവാണെങ്കിൽ ഹൃദയം മരിച്ചു പോകും. ഉറപ്പായിട്ട് ഹൃദയം മരിക്കും. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശരിക്കും ഇത് ഹൃദയം മരിച്ചു നന്നാക്കി പിന്നെ കഴിയില്ല. ഇന്നത്തെ കോഴി എന്താന്ന് തന്നെ വേറെ കാര്യം. ഇത് പിന്നെ സാധാരണ എല്ലാവരും കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കാൻ നോക്കാം. പക്ഷെ അവിടെ ആലോചിക്കണം, ഈ കോഴിയല്ല. പക്ഷെ എന്തോ ഒരു സാധനമാണ്. ഈ കോഴിയല്ല. ഞാൻ പിന്നെ ഒരിക്കൽ പ്രസംഗം ചെയ്തിട്ടുണ്ട്. ഈ കോഴിയല്ല. ഈ കോഴിയല്ല എന്ന വിഷയത്തിൽ ഞാൻ എൻ്റെ പുതിയൊരു പുസ്തകം വരുന്നുണ്ട്. സാത്താൻ്റെ നവലോകക്രമം എന്ന വിഷയത്തിൽ ഈ കോഴിയല്ല എന്ന് കൃത്യമായി ശാസ്ത്രീയമായി സമർത്ഥിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പുതിയ പുസ്തകം 2 മാസത്തിനുള്ളിൽ പുറത്തിറങ്ങും. ഈ കോഴിയല്ല എന്ന് ആ പുസ്തകത്തിൽ ഒരുപാട് തെളിവ് കൊണ്ട് സമർത്ഥിച്ചിട്ടുണ്ട്. ശരി, എന്നാലും മനുഷ്യൻ കഴിക്കുന്ന ഒരു സാധനമാണല്ലോ, കഴിക്കുക. പക്ഷെ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. കണ്ടതൊക്കെ തിന്നരുത് കുട്ടികളെ. ഹൃദയം മരിച്ചാൽ പിന്നെ അള്ള വിചാരിച്ചാൽ ജീവിക്കോളൂ. അവമൻകാന മൈത്തൻ എന്നതിനെ തൊട്ട് മുമ്പുള്ള ആയത്ത് വലാ തഅ്കുലൂ, നിങ്ങൾ കഴിക്കരുത്, മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാതെ അറുത്ത ഒരു സാധനത്തെ നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവമൻകാന മൈത്തൻ. പിന്നെ ചത്തുപോയാൽ പിന്നെ അള്ള ജീവിപ്പിക്കണം. ചിലത് അള്ള ജീവിപ്പിക്കൂല. വളരെ ചിന്തിക്കണം. നമ്മൾ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടോട്ടെ. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുള്ളത്? ഈ ലോകത്തുള്ളവരൊക്കെ ആക്ഷേപിച്ച ഒരാളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്നെ നോക്കിക്കൊള്ളി. എന്ത് പറ്റി? 6 മാസം 3 മാസം കൂടുമ്പോൾ ഒരു ആക്ഷേപം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് നേരം വൈകിട്ടുണ്ട്. ഇപ്പം എത്ര നീളാറില്ല. മക്ക മദീനത്തും മൂത്തേരത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഭയങ്കര കുറേ ആളുകൾ ക്ലാസ് നിർത്തി. മക്ക മദീന മൂത്തേരത്തേക്ക് വരും. ഞങ്ങളില്ലായിരുന്നു. എത്ര ആൾ ക്ലാസ് നിർത്തി മക്ക മദീന മൂത്തേരത്തേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മക്ക എന്ന് പറഞ്ഞ് തിരിഞ്ഞില്ല, എന്താണ് മദീന എന്ന് പറഞ്ഞ് തിരിഞ്ഞില്ല. എൻ്റെ കുഴപ്പമല്ല. മക്കയും മദീന തിരിയാത്ത കുഴപ്പമില്ല. മക്കയല്ല, മദീനയും അല്ല. എന്നാൽ മക്കയാണ്, മദീനമാണ്. എവിടെയും മക്ക ഉണ്ടാവും, എവിടെയും മദീന ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് അന്തം പടച്ചം കൊടുക്കണം. മക്കയും മദീനയും മൂത്തേരത്തേക്ക് വരില്ലെങ്കിൽ എന്തിനാടാ ഈ പണിയെടുക്കണത്? അത് മൂത്തേരത്തേക്ക് മാത്രമല്ല, എവിടേക്കും വരും. നീ ആർക്ക് വേണ്ടി ജീവിച്ചാൽ അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ വളരെ ചിന്തിക്ക്. നിങ്ങൾ അതിനൊന്നും പേടിക്കണ്ട. ഈ ലോകത്തുള്ളവരൊക്കെ നിങ്ങൾ ആക്ഷേപിച്ച് എന്ത് പറ്റും? ഒന്നും പറ്റൂല. ഒരാളെ ട്രോൾ ചെയ്യാൽ നിങ്ങൾ അവനെ നോക്കരുത്. എന്തുകൊണ്ട്? പിന്നെ നിങ്ങൾക്ക് അവരോട് ദേഷ്യം വരണ്ട. ഇന്നൊരാൾ വിമർശിച്ചാലും ഞാൻ ആ പ്രസംഗം കേൾക്കൂല. എന്തുകൊണ്ട്? പിന്നെ നമുക്ക് അവരോട് ദേഷ്യം വരണ്ട. ഞാൻ എൻ്റെ ജീവിതത്തിൽ വഹാബിയുടെ പ്രസംഗം കേട്ടിട്ടില്ല. വേറെ ആളോട് കേൾക്കാൻ പറയും, എന്നിട്ട് മറുപടി പറയും. ഞാൻ കേൾക്കൂല. എന്തുകൊണ്ട്? എപ്പോഴെങ്കിലും ഒരു ചെറിയ ഡോട്ട് എൻ്റെ ഹൃദയത്തിൽ കയറിയാലോ എന്ന് പേടിയാ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് വേറുള്ളവരെ കൊണ്ട് കേൾപ്പിച്ചിട്ട് മറുപടി പറയും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും ഒരുത്തൻ കേട്ടിട്ടാണ് എന്നോട് പറയാ, ഞാൻ കേൾക്കൂല. എന്തുകൊണ്ട്? ഒരു ഡോട്ട് കയറിയ ചത്തു. ഹൃദയം ചത്താ പിന്നെ ജീവിപ്പിക്കൽ പ്രയാസം. ومن كان ميتا فأحييناه وجعلنا له نورا يمشي به في الناس. ഇനി ഞാൻ ഇതിന്റെ ഒരു വ്യാഖ്യാനം പറയാം. ഇത് പറയാനതൊക്കെ പറഞ്ഞത് ഇപ്പൊ ഞങ്ങളോട് ഇന്നൊരു വസിയത്ത് ചെയ്തു. എന്ത്? പച്ചവെള്ളം കുടിച്ചാളെ നേരത്തെ പറഞ്ഞേ ശരീരം നന്നാവും. നിങ്ങൾ പച്ചവെള്ളം കുടിച്ചോളൂ, ശരീരം നന്നാവും. കിണറ്റിനടുത്ത വെള്ളം കുടിക്കാം. മിനറൽ വാട്ടർ കുടിക്കരുത്, കുടുങ്ങിയാലല്ലാതെ.
കിണറ്റിൽ നിന്നെടുത്ത പച്ചവെള്ളം കുടിച്ചോളി, മണ്ണ് നപ്പുള്ളെടുത്ത പച്ചവെള്ളം കുടിച്ചോളി. മിനറൽ വാട്ടർ എന്ന കുപ്പിയിൽ അടക്കം ചെയ്ത് കൊണ്ടുവരുന്നത് 90% നിങ്ങൾ കുടിക്കരുത്, കുടുങ്ങിയാലല്ലാതെ. എന്തുകൊണ്ട്? അതിലെ ചില മിനറൽസ് അതിൽ അവർ അടക്കം ചെയ്യും. ഈ മിനറൽസ് ഉള്ള ഈ വെള്ളം എത്രയോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ സൂര്യൻ്റെ വെളിച്ചത്തിൽ കിടക്കും. അവിടെ ഒരുപാട് രാസപ്രവർത്തനം നടത്തും. അത് ക്യാൻസറിന് മതിയാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കുടുങ്ങിയാലല്ലാതെ മിനറൽ വാട്ടർ കുടിക്കാൻ പാടില്ല. ഒരിക്കലും കുടിക്കരുത്. കുടിക്കാം. അവരുദ്ദേശിക്കുന്ന കെമിക്കൽ നിങ്ങളുടെ കിണറ്റിലെങ്കിലും വേണ്ടില്ല. നിങ്ങളെന്നും പേടിക്കണ്ട. എന്നാലും മണ്ണിലെടുത്ത വെള്ളമാണ്, മണ്ണ് നപ്പെടുത്ത വെള്ളമാണ്, കുടിച്ചോളി. നിങ്ങളൊന്ന് ചിന്തിക്ക്. മണ്ണിനൊരു പ്രത്യേകത. മണ്ണോ ഏറ്റവും വലിയ വിഷമാണ് പേവിഷം. പേവിഷം ഉണ്ടാവുന്ന നായയുടെ നിന്നുണ്ടായ അണുക്കളെപ്പോലും നിർവീര്യമാക്കാനുള്ള കഴുത്ത് എന്തിനുണ്ട്? മണ്ണിനുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നിങ്ങൾ കൃത്യമായിക്കൊള്ളി. ഇതൊക്കെ കൃത്യമായ വിജ്ഞാനങ്ങളാണ്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് പറഞ്ഞു, ഒരു കടയിൽ നിന്ന് നിങ്ങളൊരു ഷവർമയോ മറ്റോ കഴിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കോഴി ചാപ്സോ ചിക്കനോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തണം? അത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചറത്തതാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലാതെ കഴിക്കരുത്. തൊട്ടടുത്ത ആയത്ത് അപമങ്കാന മൈത്തൻ, ചത്തുപോയാൽ നാം ജീവിപ്പിക്കണം. നാം ജീവിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ ഹൃദയം ജീവിക്കൂല. ഇനി ഇവിടെ വിഷയം അതല്ല. വിഷയം കൂട്ടത്തിൽ ഇടയ്ക്ക് കയറ്റിയതാ, ഒരു ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് മുതൽ അത് ഉറപ്പ് വരുത്താത്ത ഭക്ഷണം കഴിക്കൂല എന്ന് മനസ്സുള്ള ആളുകൾക്ക് കൈപോക്കാം. എന്തുകൊണ്ട്? അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറപ്പിക്കണം. അല്ല കഴിക്കരുത്. കഴിച്ചില്ല ഒരു പ്രശ്നമില്ല. പച്ചവെള്ളം കുടിച്ചാൽ ഒരു പ്രശ്നമില്ല. പച്ചവെള്ളമായിട്ട് കുടിച്ചാൽ ഭയങ്കര കരുത്തുണ്ടാവും. ഒരു മനുഷ്യന് കൂടുതൽ എനർജി ബോഡിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് എന്താ? തിന്നാതിരിക്കുക. എന്നിട്ട് അവൻ ആവശ്യമാണ് പച്ചവെള്ളം കുടിക്കുക. ബസ് നിങ്ങൾക്ക് കരുത്ത് തടിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഭക്ഷണം ഒഴിവാക്കിയാൽ ആരോഗ്യം വർദ്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നും നിങ്ങൾ തിന്നണ്ട, പച്ചവെള്ളം കുടിച്ചോളി, കരുത്തുണ്ടാവും. ഭയങ്കര കരുത്താണ്. വിഷയത്തിലേക്ക് തിരിച്ചു വരും. ഇവിടെ എന്താ പറഞ്ഞത്? ആദ്യ ഹദീസ് പറഞ്ഞു. എന്താ പറഞ്ഞ്? പൊലക്കയും പാന്തം തമ്മിലുള്ള ബന്ധം പോലെ തോന്നുന്നത്. ആദ്യം എന്താ പറഞ്ഞ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ ഒരാൾ വാളൂരി പിടിച്ചു. മനസ്സിലായില്ലേ? ആ ഹദീസ് പറഞ്ഞു. ഇപ്പോൾ അൻആമിന്റെ 122 ഓടി. ഇവിടെ എന്താ വിഷയം? ഇനി ഞാൻ ഈ ആയത്തിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം ഒന്ന് പറയാം. ഒറ്റ മിനിറ്റ്. എന്താ പറഞ്ഞു? അപ്പൊ മങ്കനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹീൽ ഖുലൂബ, ഹൃദയങ്ങളെ അവൻ ജീവിപ്പിക്കും. ബിതജല്ലി ഇസ്മിൽ മുഹ്യി, ജീവിപ്പിക്കുന്നവന്റെ നാമം അതിലേക്ക് ഒന്ന് കാണിച്ചുകൊണ്ട്, അതിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട്, അവന്റെ തജല്ലി, അവന്റെ പ്രകാശ ബിന്ദു അതിലേക്ക് കയറിയാൽ ആരുടെ ഇസ്മ? ജീവിപ്പിക്കുന്നവന്റെ ഇസ്മ. ആരെ ജീവിപ്പിക്കുന്നവൻ? അല്ലാഹ്. അപ്പൊ ഹൃദയം ജീവിക്കണമെങ്കിൽ എന്ത് വേണം? കൽബിന്റെ ഉള്ളിൽ എന്ത് കയറണം? ജീവിപ്പിക്കുന്നവന്റെ ഇസ്മ കയറണം. ആ ഇസ്മ ഏതാ? അല്ലാഹ്. അപ്പോൾ എപ്പോഴാണ് ഹൃദയം മരിക്കുക? ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കണോ എപ്പോഴാണ് ഹൃദയം മരിക്കാൻ മനസ്സിലാക്കാൻ? അല്ലാഹുവിന്റെ ഇസ്മ എപ്പോൾ ഹൃദയത്തില്ലയോ ആ ഹൃദയം മരിച്ചതാണ്. ഈ 5ാമത്തെ സ്കെച്ചിന്റെ കാര്യമല്ല, ഈ പള്ളിന്റെ പ്രസിഡന്റായിട്ടും കാര്യമല്ല, എനിക്ക് മുട്ടുവരെ താടിനൊരു കാര്യമില്ല. നല്ലല്ലേ? സുന്നത്താണ്. എനിക്ക് പറഞ്ഞുണ്ടാവണം. എന്താ പറഞ്ഞത്? അള്ളാഹിനെ കൽബിനുള്ളിൽ കയറ്റുക, അല്ലെങ്കിൽ ഇതൊരു ഏർപ്പാടാണ്. അപ്പൊ ഒറ്റ പ്രശ്നമാണ്. ഒറ്റ പ്രശ്നം. കൽബിൽ അള്ളാഹു ഉണ്ടോ? നീ ജീവിച്ചവനാണ്. കൽബിൽ അള്ളാഹു ഇല്ലേ? നീ മരിച്ചവനാണ്. ജീവിച്ചവന് എന്തു നടക്കും? മരിച്ചവന് ഒന്നും നടക്കൂല. അപ്പൊ ഒരാൾ ഇപ്പൊ ഇങ്ങനൊരു ഉത്തരത്തിലേക്ക് പോകാൻ നമ്മൾ, ഒരാളെ കയ്യിൽ എന്ത് കിട്ടി? ഊരിപ്പിടിച്ച വാൾ ഒന്ന് പറയണ മോനെ, പറഞ്ഞ അരിയിൽ കൂട്ടി വെക്ക്. ഒരാളുടെ കയ്യിൽ വാള് കിട്ടി. ആ വാൾ അയാൾ ഊരിപ്പിടിച്ച് ഇങ്ങനെ തുള്ളിച്ചു. പക്ഷെ അയാൾക്ക് ഒന്നും നടക്കൂല. എന്തുകൊണ്ട്? ചത്തോനും നടക്കൂലല്ലോ. നീ വേഗം പറ. ഒരാൾ ഉറങ്ങിക്കിടക്കാണ്, അയാൾക്കൊന്നും നടക്കാത്തതുമില്ല. എന്തുകൊണ്ട്? അയാൾ നിറയെ കൽബ് എന്താണ്? അല്ലാഹ്.
ഇനി എന്താ വർത്താനം പറയാനുള്ളത്? ഒന്നുകൂടി പറയും. അതിന് ഞാൻ അമേരിക്കയിൽ പോണ്ടല്ലോ. ചത്തോനൊന്നും നടക്കൂല, ജീവിച്ചോനൊന്നും നടക്കാതിരിക്കൂല. ഞാൻ തീരുമാനിക്കാദ്യം. തീരുമാനിക്കടോ, തീരുമാനിക്ക്. ചത്തവനൊന്നും നടക്കൂല എന്നുള്ളത് ഇനി പരീക്ഷ പാസ്സാണോ? ചത്തവനൊന്നും ഉറക്കെ പറയണോ? ചത്തവനൊന്നും നടക്കൂല. അതുറപ്പല്ലേ? നിങ്ങൾ സമ്മതിച്ചില്ലേ? ചത്തവനൊന്നും നടക്കൂല. ആ ചത്തോനെ കണ്ട് അയാളെ കയ്യിൽ എന്ത് കിട്ടി? വാള് കിട്ടി. ശത്രു മുന്നിൽ കിടക്കുക, ഉറങ്ങുക. അയാൾ വാളൂരി വാളിനെ തുള്ളിച്ചു. ഞാൻ ശത്രുവിന്റെ കഴുത്ത് വെട്ടിയ മതി. പക്ഷെ അയാൾക്കതൊന്നും നടന്നില്ല, നടക്കൂല. എന്തുകൊണ്ടോൻ? ചത്തോനൊന്നും നടക്കൂല. ഞാന് ഉറങ്ങിയിരുന്നു. അങ്ങനെ ഉണർന്നപ്പോ അയാളെ കയ്യിൽ എന്റെ വാള. അയാൾ ഇങ്ങനെ തുള്ളിച്ചിട്ട് ഊരി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്റെ തൊട്ട് മുന്നിൽ. അപ്പോൾ അയാൾ ചോദിക്കുകയും ചെയ്തു, മിന്നിയ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇപ്പോൾ എന്റെ വാളിൽ നിന്ന് ആരാണ് തടയുക മുഹമ്മദ്? അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? അതോടുകൂടെ അയാളുടെ കയ്യിൽ നിന്ന് വാള് വീണുപോയി. എന്തുകൊണ്ട് വീണുപോയി? മോനെന്തില്ല? ജീവല്ല ഇങ്ങനെ കുടിക്കാൻ കഴിയില്ല. കൽബ് മരിച്ചിട്ടുണ്ട്. മോൻ നടക്കാണ്, കൽബ് മരിച്ചിട്ടുണ്ട്. ഇതന്നെ കൂടുതൽ വർത്താനല്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ചെറിയ വർത്താനം, കൂടുതൽ വർത്താനിക്കണ്ട. ജീവിക്കണോ മരിക്കണോ എന്നാ തീരുമാനിച്ചോളി. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല, കൽബ് അള്ളാഹു ഇല്ലെങ്കിൽ ജീവിക്കൂല. പറഞ്ഞാൽ തീരുമാനമായി. കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല, കൽബിൽ അള്ളാഹു ഇല്ലെങ്കിൽ ജീവിക്കൂല. അവർക്ക് പറയാം, കൽബിൽ അള്ളാഹു ഉണ്ടെങ്കിൽ മരിക്കൂല. തഹജ്ജുദ് നിസ്കരിക്കാം, പക്ഷെ ജീവൻ ഉണ്ടാവില്ല. 1.25 നൂറ്റാണ്ടായി മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ മുതൽ തഹജ്ജുദ് നിസ്കാരം, പക്ഷെ ജീവല്ല. പുറത്തു പറയണ്ട. നിങ്ങളോട് പറയാനായിട്ടില്ല, അതോടെ പറയാത്ത. മുസ്ലിം ലോകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടിട്ട് 1.25 നൂറ്റാണ്ടായി. ഫലസ്തീന് വേണ്ടി 40 കൊല്ലം ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ ഫ്രാൻസ് ഈ കഴിഞ്ഞ ആഴ്ച പുറത്തു വിട്ടിട്ടുണ്ട്. 40 കൊല്ലം. അയാൾ കമ്മ്യൂണിസ്റ്റ്, അയാൾ PLOയുടെ സഹായിയാണ്. അയാളുടെ പേര് ക്രിസ്ത്യാനിയ. അയാളുടെ പേര് ജോർജ് അബ്ദുള്ള ഇബ്രാഹിം എന്ന ക്രിസ്ത്യാനിയ, പക്ഷെ കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനിയ. എത്ര വർഷം? 1984 അയാളെ പിടിച്ച് 41ാമത്തെ വർഷം. 1984 അയാളെ ഫ്രാൻസ് അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? മൊസാദിനെതിരെ വർക്ക് ചെയ്തു എന്ന കാരണത്താൽ. മൊസാദിന്റെ ഒരു സൈനിക കമാൻഡറെ അയാൾ കൊലപ്പെടുത്തുകയും ചെയ്തു. അയാൾ PLOയുടെ ഒരു സഹായിയാണ്. അയാൾ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. 41 വർഷത്തിലാണ് അയാൾ പുറത്തുവിടുന്നത്. 40 വർഷം ജയിലിൽ കിടന്നു. 1984 ഇത് എത്രയാ? ഇത് 2025 ഇത് 2025. പുറത്തുവിട്ടപ്പോൾ അയാളോട് പത്രക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു, ലോകത്ത് ഏറ്റവും മരിച്ചുപോയ ജനത മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന ആളുടെ ജനതയാണ് ഇപ്പോൾ. ലോകം കണ്ട ഏറ്റവും വലിയ ഒരു വിപ്ലവകാരിയുടെ ജനതയ്ക്ക് എങ്ങനെ ഇങ്ങനെയാകാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അയാളെയും നമുക്കില്ല. എന്താണ് അയാൾ പറയേണ്ടത്? ഞാൻ പറയേണ്ട എന്താ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഞാൻ ഒന്നുമില്ല. എത്ര കൊല്ലപ്പയാള് ഞാൻ നെറ്റിൽ അടിച്ചോക്കെ. ഫ്രാൻസ് ഈ ആഴ്ച പുറത്തുവിട്ട്, ഈ ആഴ്ച ഞാൻ അയാളെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ജോർജ് അബ്ദുള്ള ഇബ്രാഹിമിനെ ഈ കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ടു. ഫ്രാൻസ് എത്ര കൊല്ലം വെളിച്ചം കാണാതെ ഇരുട്ടറെ കടന്നു. എത്ര കൊല്ലം? 40 കൊല്ലം. 41ാമത്തെ കൊല്ലം ജയിലിൽ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് നിങ്ങളുടെ വീക്ഷണം എന്ന് ചോദിച്ചു ഫലസ്തീനെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു, ഫലസ്തീന് മോചനം ഉണ്ടാവണമെങ്കിൽ അവരുടെ സഹോദരന്മാർക്ക് ബോധമുണ്ടാവണം. കാരണം അവർക്ക് ബോധമില്ല, അവർ മരിച്ചുപോയി. എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന ലോകം കണ്ട വിപ്ലവകാരിയുടെ ജനതയ്ക്ക് ഇങ്ങനെയാകാൻ കഴിഞ്ഞു എന്ന്. അവർ മരിച്ചിറക്കുക, നൂറ്റാണ്ടിലേറെ അവർ മരിച്ചിറക്കുക. അതാ പറഞ്ഞത്, ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനി കമ്മ്യൂണിസ്റ്റുമാണ്.
അയാൾക്ക് കോട്ടും ടൈയൊക്കെ ഇട്ട് നല്ല ജെന്റൽമാനായി അറസ്റ്റ് ചെയ്ത് ആമം വെച്ച് കൊണ്ടുപോകുന്ന ഫോട്ടോ നെറ്റിലുണ്ട്. താടിയൊക്കെ നരച്ച് വയസ്സനായി ഇപ്പൊ ജയിലിനോട് ഫോട്ടോ നെറ്റിലുണ്ട്. നോക്കി വെറുതെ ആവശ്യമില്ലാതെ കുറെ നെറ്റിലേതൻ കളിക്കുന്നുണ്ടല്ലോ, ഒന്ന് നോക്കാം. അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ബോധം പോലും മുസ്ലിമിനില്ലാതെ വന്നാൽ ഞാൻ പിന്നെ ഈ 2 ദിവസത്തെ എന്റെ ചിന്ത എന്താ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയത്? മുസ്ലിമീങ്ങൾക്ക് ദീൻ നഷ്ടപ്പെടുകയും തഹജ്ജുദ് കിട്ടുകയും ചെയ്തു. പണ്ടുള്ള ആൾക്ക് ദീനുണ്ട്, തഹജ്ജുദില്ല. കാരണം അവൾക്ക് നേരെ പോലത്തെ പണി, അവൾക്ക് തഹജ്ജുദ് നേരല്ല. നമുക്ക് പകൽ ഉറങ്ങണ പണിയായതുകൊണ്ട് രാത്രി തഹജ്ജുദിന് ബുദ്ധിമുട്ടില്ല, നമുക്ക് പണിയില്ല. നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വരാനുള്ള കാരണം എന്താ? നിങ്ങൾ മഹാന്മാരായി ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിങ്ങൾക്ക് പണിയില്ലാത്തതുകൊണ്ടാണ്. ഈ കൂട്ടത്തിൽ തന്നെ ചില ആളുകളെ ഞാൻ കാണുമ്പോൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ കണ്ടില്ലടാ പണി ഉണ്ടായിരുന്നു ഉസ്താദേ, അർജന്റ് അപ്പം നന്നാഴ്ച ഏതാണ്? ചിലർ സ്ഥിരമായി വരുന്നുണ്ട്, അവർക്ക് സ്ഥിരമായി പണിയില്ല. എനിക്ക് നിങ്ങളെ പള്ള മറിച്ചറിയും. പണിയില്ലാത്തൊരു വരുള്ളൂ, ഒരു പണിയില്ല. അപ്പൊ തഹജ്ജുദ് കഴിഞ്ഞ 13 നൂറ്റാണ്ട് കാലം മുസ്ലിമീങ്ങൾക്ക് ഇത്ര തഹജ്ജുദില്ല. ഇപ്പൊ തഹജ്ജുദില്ലാത്തൊരു വീടില്ല, ദീനില്ല, എന്തുണ്ട്? തഹജ്ജുദ്. ഒരു അറബ് രാജ്യത്ത് നിന്ന് ലീവിൽ വന്ന ഒരാൾ ഈ ആഴ്ച എന്നെ കണ്ടു. അല്ലോടെ ഉണ്ടോ? ഇനി ഒറ്റയ്ക്ക് വെച്ചാൽ പറഞ്ഞ ഒരാളെ തെളിവോട് കൂടി പറഞ്ഞ അയാൾ എന്നോട് ചെവി പറഞ്ഞു, ഉസ്താദേ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റൂല. ലോകത്തെ ഏറ്റവും വ്യഭിചാരം നടക്കുന്ന നാട് ഇന്ന് അറബ് നാടാണെന്നത് എൻ്റെ അനുഭവ സാക്ഷ്യം. അത്രയും നശിച്ചു ഈ ആഴ്ച. അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തഹജ്ജുദുണ്ട്, വ്യഭിചാരമുണ്ട്. ബാങ്ക് കൊടുക്കും, മനസ്കരിക്കും, പക്ഷേ വ്യഭിചാരമുണ്ട്. ഈ കൂട്ടത്തിലുണ്ടാവാൻ 90% സാധ്യതയുള്ള ഒരു വ്യക്തി ഈ പോയിന്റ് അക്കിരണയുള്ള വീട്. ഞാൻ ഒറ്റയ്ക്ക് ചോദിച്ചാൽ പറഞ്ഞുതരാം. അയാൾ നിങ്ങളോട് പറയും, അയാൾക്ക് സൂക്കിലാണ് പണി. ഒരു അറബ് നാട്ടിൽ സൂക്കിലാണ് അയാൾക്ക് പണി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ വളരെ ചിന്തിക്കണം, ചിന്തിക്കുക. ഇനി കുറച്ചാളുകൾ ഇപ്പം വരും, ഇപ്പം നാളെ പുറത്തിറങ്ങും. അറബികളെ കുറ്റം പറയാൻ പാടില്ല, അരിയത്തിലുണ്ട്. അങ്ങനെ ഉണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ അരിയത്തിൽ? അല്ലോ ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെ കുറച്ച് മഹാന്മാർ ഇറങ്ങാറുണ്ട്, അറബികളെ കുറ്റം പാടില്ല എന്ന് പറയാൻ പാടില്ല, അരിയത്തിലുണ്ട്. എനിക്ക് അവിടെ പോയി പറഞ്ഞോളാ, എന്നോട് പറയരുത്. എനിക്ക് അന്തം വേണം. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം ഈ ഹദീസ് പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്താ പറയുക? വിഷയം എന്താണ്? അള്ളാഹു മനുഷ്യന്റെ എടാ കിതാബ് 1000 പണിയൊക്കെ കൂട്ടി തിരികിയിട്ട് ഒരു കാര്യമില്ലട. എങ്ങായി എൻ്റെ കൽബിൽ ആര് വേണം? അല്ലാ. ചേകനൂരിനോട് വാദപ്രതിവാദം നടത്താൻ പോയിട്ട് തോറ്റു പോകുന്നു എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ആ വാക്കുകൾ മറ്റയാളെ പേര് പറയുമ്പോൾ പറയില്ലല്ലോ. സമസ്തയുടെ കേന്ദ്ര മുഷാവറ അമ്മായി മരിച്ചുപോയി എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ. ആ മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. എനിക്കൊരു അലിഫ് പഠിപ്പിച്ചു, ഞാൻ എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചതാ. ആ മനുഷ്യൻ തോറ്റു പോണു. ആരോട് വാദപ്രതിവാദം നടത്താൻ പോയി? അസമൂലിയിൽ വരേണ്ടിയിരുന്നു. അസമൂലിയിൽ സന്ദർഭവശാൽ എത്തിയില്ല, കാളികാവില്. പിന്നെ ഉസ്താദാണ് കയറുന്നത്. ഉസ്താദ് തോറ്റുപോയി. കാരണം ഉസ്താദിന് വർത്തമാനം പറയുകയില്ല. വാചക കസർത്തിന്റെ ആശാനാണ് ആര്? ചേകനൂര്. തോറ്റുപോയി. ചേകനൂര് ജയിച്ചു, ഉസ്താദ് തോറ്റുപോയി. ഇസ്രായേലിലെ ചിന്തിക്ക്. ആളെ പേരിട്ട് ഞങ്ങൾ ഞമ്മറന്നോ മറക്കണോ എന്നറിയും. മറ്റൊരു പേരോ അയാൾ കലക്കി കുടിച്ച കിതാബ് ഈ ആൾ കലക്കി കുടിച്ചിട്ടില്ല. ചേകനൂര് കലക്കി കുടിച്ച അത്ര കിതാബ് ഹിന്ദുസ്ഥാൻ കുടിച്ചിട്ടില്ല. ഹിന്ദുസ്ഥാന്റെ പേര് കേട്ട ഞങ്ങള് ഞമ്മറന്നോ മറക്കണോ എന്നറിയും. അവര് ഉസ്താദ് കേജ്രിമാൽ മുസ്ലിയാരാണ്. ഞമ്മറല്ലാഹു മറക്കണോ. അവര് ഉസ്താദ് ഷെയ്ഖുന ശംസുലാൻ റഹ്മത്തുള്ളാഹിയാണ്. അവര് ഉസ്താദ് ഷെയ്ഖുന കണ്ണിയത്താണ്. അവര് ഉസ്താദ് ഖുതുബിയാണ്. ഞമ്മറല്ലാഹു മറക്കനോഹും. അല്ലാഹു അവരൊക്കെ ദർജ വെച്ച് കൊടുക്കട്ടെ. അപ്പുറത്തുള്ളവനോ ചിന്തിക്കണം. കണ്യത്തിന്റെ ദർസിൽ ചേകനൂർ പഠിക്കാൻ വന്നു. കണ്യത്ത് ആർക്കും വാതിലോ നോക്കും, പഠിച്ചോന്നറിഞ്ഞു. അപ്പുറത്ത് വേറെ അബ്ദുള്ള എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അബ്ദുള്ളയും ചേകനൂർ ചങ്ങായിയായപ്പോൾ പറഞ്ഞു, അബ്ദുള്ളയോട് പറഞ്ഞു, അവനോട് ചങ്ങാത്തം കെട്ടണ്ട കേട്ടോ, അവനോട് ചങ്ങായിയാക്കാൻ പറ്റൂല. അന്ന് ചേകനൂരായിട്ടില്ല, ദർസ് പഠിക്കണ കാലത്ത്. ആര്? കണ്യത്ത്. ഇതിന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു.
കാപ്പിൾ മുസ്ലിയാരെന്നെ എന്നോട് പലവട്ടം പറഞ്ഞു മതി. എന്താ പറഞ്ഞ് മനസ്സിലായില്ല. പഠിക്കുന്ന കാലത്ത് കണ്ണീത്ത് പറഞ്ഞു എന്നോട് ചെങ്ങായിത്തം കെട്ടണ്ട അബ്ദുള്ള, അത് ശരിയില്ല, അവൻ പഠിച്ചോട്ടെ. നിന്നോട് ഇൽമ കഴിക്കാൻ വന്നിട്ട് ഞാൻ ഇൽമ കൊടുത്തിട്ടില്ല, എന്റെ പേര് ഒരാൾക്ക് കിടക്കണ്ട, റബ്ബ് എന്തേ എനിക്കൊരു ഇൽമ കൊടുത്തുടായിരുന്നോ, അവനെ ഞാൻ ഹിദായത്തിലാക്കിയിരുന്നല്ലോ എന്ന് നാളെ റബ്ബ് പറയുമ്പോ ഞാൻ പരാജയപ്പെടണ്ട. വരുന്നവർക്കൊക്കെ കൊടുക്കാൻ എന്നോട് പറഞ്ഞു, ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഓരോട് ഇച്ചി കൂടണ്ട, അത് നന്നാവൂല. പിന്നെ കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ടാണ് ചേകനൂരാണ്. ആയിരം കിതാബ് കലക്കി കുടിച്ചിട്ടൊന്നും കാര്യല്ലടാ. കൽബിൽ ആര് വേണം? തൊപ്പില്ല, താടിയില്ല, തലയെ കെട്ടൂല, പക്ഷെ കൽബിൽ ആരുണ്ട്? അല്ലാ, ഓൻ തന്നെ നേതാവ്. എനിക്ക് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കും എന്റെ താടിയും തൊപ്പയും കണ്ടാൽ. താടി തെറ്റാണോ? അല്ല, അങ്ങനെ ഒന്ന് പറഞ്ഞു പോകാനല്ല. ഈ കിതാബ് കലക്കി കുടിച്ച് വലിയ മൂല്യരാണോ, അവാർഡ് വാങ്ങിയോ, ഈ റാങ്കോട് ഈ വെല്ലൂർ ബാക്കിയാത്ത സാലിയാത്തിൽ നിന്ന് റാങ്ക് വാങ്ങി ഇറങ്ങിയതുകൊണ്ട് ഈ മുമ്മിനാവും. അയ്യേ, അതൊന്നും അതിന് മാനദണ്ഡമല്ല. മാനദണ്ഡം കൽബിൻ്റെ ഉള്ളിൽ എന്ത് കയറണം? അല്ലാ, ഈ വെല്ലൂരിൽ നിന്ന് ഇറങ്ങിയ ആൾ തന്നെയാണ് ആരും ചേകനൂരും. ആരാ ഷെയ്ഖാദം ഹസ്രത്ത്, ബാനി ഹസ്രത്ത് ആരാന്നറിയോ? ദക്ഷിണേത കണ്ട ഏറ്റവും വലിയ സ്വാലിഹായ മനുഷ്യനാ അത് ഉണ്ടാക്കിയത്. ഇന്ന് ഇറങ്ങിയ ആളാ ശംസുലമ്മ, ഇന്ന് ഇറങ്ങിയ ആൾ തന്നെയാണ് ആരും ചേകനൂരും. മനസ്സിലാണ്ട് പറഞ്ഞു. കൂടുതൽ വർത്താനല്ല. കൽബിൽ ആര് വേണം? അല്ലാഹ്. ബാക്കി അടുത്ത ക്ലാസ് പറയും. ഒന്നും കൂടി കേട്ടോളൂ. എന്താണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല യുഹ്യി, ജീവിപ്പിക്കും, അൽ ഖുലൂബ, ഹൃദയങ്ങളെ. എങ്ങനെ? ബിതജല്ലി ഇസ്മിൽ മുഹ്യി, ബിതജല്ലി ഇസ്മിൽ മുഹ്യി, ജീവിപ്പിക്കുന്നവനായ അവന്റെ ഇസ്മിനെ ആ പ്രകാശരേണുക്കളെ ഇട്ടുകൊടുത്തോണ്ട്, ആ പ്രകാശരേണുക്കൾ ഒരു കൽബിലേക്ക് കയറിയാൽ അവനാരാ? അൽ മുഹ്യി. അവന്റെ പേരെന്താ? അല്ലാഹ്. അങ്ങനെയുള്ള നിറഞ്ഞ കൽബാണ്. ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കാവുന്ന സിറാജും മുനീറാണ് മുഹമ്മദ് മുസ്തഫ. ഇനി അത് ജീവിക്കണ കൽബാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റോൻ ആരാണ്? ആ ആയത്തിൽ തന്നെ പറഞ്ഞില്ലേ മോനെ, കമൻ മസലുഹു ഫിൽ ളുലുമാതി, ആ വാളും പിടിച്ച് നിന്നോൻ ഇരുളുകളിലാ, ഒരിരുട്ടിലല്ല. കമൻ ഒരാൾ, മസലുഹും അല്ല, മസലുഹു അവൻ, ഫിൽ ളുലുമാത് ഇരുളുകളിലാ, ഇരുട്ടുകളുടെ ഘനാന്ധകാരങ്ങളിലാ, ലൈസ ബിഖാരിജിൻ മിൻഹാ, ആ ഇരുട്ടുകളിൽ നിന്ന് പുറത്തു കിടക്കാൻ അവന് കഴിയില്ല. കദാലിക സുയ്യിന ലിൽ കാഫിരീൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കാരമായി തോന്നിച്ചു. അവർക്ക് അലങ്കാരമായി തോന്നി. മാക്കാനു യഅമലൂൻ, അവർ ചെയ്തു കൂട്ടുന്നവയെല്ലാം അവർക്ക് എന്താണ്? അലങ്കാരമാണ്. വളരെ വളരെ ചിന്തിക്കുക. കോഴിക്കോട്ടെ മുസ്ലിം പത്രങ്ങളെല്ലാം ഈ ആഴ്ച വളരെ വലിയ ഒരു പ്രശംസയായി യുണൈറ്റഡ് നേഷൻസിനെ അതിമനോഹരമായി പ്രശംസിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. എന്ത്? ഫലസ്തീനികളെ, ഗസക്കാരെ കൊല്ലുന്നതിൽ നിന്ന് 10 മണിക്കൂർ ഞങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കാം എന്ന് UN ആവശ്യം മാനിച്ചുകൊണ്ട് ഇസ്രായേലി സർക്കാർ സമ്മതിച്ചു. ഓഹോ അല്ലാ, ഈ കൊല്ലം ഞാൻ കേട്ട ഏറ്റവും വലിയ ഫലിതമല്ല. അല്ല, ഓൽക്കും വേണമല്ലോ. ഇതിങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടക്കിടക്കൊക്കെ എന്ത് വേണം? ചായയും ബീഡിയൊക്കെ വലിക്കാനൊരു എൻ്റെ. എന്നിട്ട് പത്രക്കാർ, കോഴിക്കോട്ടെ പത്രക്കാർ മാത്രമായി എഴുതിയിരിക്കുക. എന്ത്? മുസ്ലിം പത്രക്കാർ. അയ്യേ, എടാ ഇതൊക്കെ എത്ര വലിപ്പുണ്ടല്ലടാ ചങ്ങായി. ഒരു കരിക്കഷ്ണം എടുത്തിട്ട് ചുമരുമൊന്നും വരഞ്ഞു നോക്കാൻ ചെയ്യേണ്ട വലിപ്പത്തിലുണ്ട്. 10 മണിക്കൂർ UN കൽപ്പന പ്രകാരം 10 മണിക്കൂർ അവരെ കൊല്ലുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാം എന്ന് ഇസ്രായേൽ സമ്മതിച്ചു. അല്ലാഹു അക്ബർ പറഞ്ഞോളൂ. ഇപ്പൊ കോഴിക്കോട് സമ്മേളനം നടക്കുകയാണെങ്കിൽ അത് പറയുകയും ബാക്കിയുള്ള കുഞ്ഞാടുകൾ മുഴുവൻ അല്ലാഹു അക്ബർ പറഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷി. എന്താ പ്രശ്നം? എന്താണ് വസ്തുത? ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്ക് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം. നമ്മളൊരു ചങ്ങായിയാണ്, അത് വേറെ വർത്താനം. നമ്മളൊരു ചങ്ങായി തന്നെയാണ്. അപ്പൊ നമുക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഭക്ഷണം അവർക്ക് മരിക്കുന്നതിന് മുമ്പ് എന്ത് തിന്നാം. അപ്പൊ നമ്മളിവിടെ അറബ് നാടുകളിൽ നിന്നൊക്കെ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഓലെ കൊല്ലും. അപ്പൊ കൊല്ലുന്നതിൻ്റെ ഇടയിൽ 10 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം?
ഭക്ഷണം തിരിച്ചു. അപ്പം അവർക്ക് ഷവർമ്മ തിന്നിട്ട് മരിക്കാം. നമ്മളെ ഷവർമ്മ ചിലപ്പോൾ അറുത്ത ഷവർമ്മ ഒന്നും ആവില്ല, എന്നാലും അങ്ങനെയാണല്ലോ. നമ്മളും തിന്നത് അറുക്കാത്ത ഷവർമ്മ തന്നെയാണ്. അതെത്തിച്ചു കൊടുക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ബഹുമാനിക്കുന്നത്. എടാ, അതൊന്നും നിങ്ങൾ ഷവർമ്മ എന്ന് കൊടുക്കണ്ട. 2 അതിർത്തി അവർക്ക് തുറന്നു കൊടുത്താൽ മതി. ഒന്ന് ഈജിപ്തിൻ്റെ അതിർത്തിയും ഒന്ന് ജോർദാൻ അതിർത്തിയും. എന്തിനാ നിങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുന്നത് ഭക്ഷണം കൊണ്ടുപോയിട്ട്? നിങ്ങൾ ഗസക്കാർക്ക് വേണ്ടത് 2 അതിർത്തി തുറന്നു കൊടുക്കല. തുറക്കൂല എന്ന് നിങ്ങൾ ബായി ആരുമായി? ഇസ്രായേലുമായി. എന്നിട്ട് നിങ്ങൾ പത്രത്തിൽ എഴുതി വിടുക, ഞങ്ങളവിടെ ഇത്ര ടൺ ഭക്ഷണം ഇറക്കി, ഇത്ര വലിപ്പമുണ്ടല്ലോ. പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചിന്തിച്ച് എന്താണ് നമുക്ക് തഹജ്ജുദുണ്ട്, എല്ലാവർക്കും തഹജ്ജുദില്ലാത്ത ഒരാളില്ല. തഹജ്ജുദോട് തഹജ്ജുദ ദീനില്ല. താടിയുണ്ട്, തഹജ്ജുദുണ്ട്. പണ്ടുള്ളവർക്ക് താടിയില്ല, തഹജ്ജുദില്ല. എന്തേ ഇങ്ങനെ പറ്റിയത്? കൽബിന്റെ ഉള്ളിൽ ആരില്ല. ഈ ആയത്തിന് ഒരു വ്യാഖ്യാനം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലു ഈമാനിൽ മർഇ അൻ യഅലമ അന്നല്ലാഹ മഅഹു ഹൈസു കാൻ. അഫ്ളലു ഈമാനിൽ മർഇ, ഇനി മറക്കരുത്, എഴുതിക്ക്. അഫ്ളലു ഈമാനിൽ മർഇ, ഒരു മനുഷ്യന്റെ ഈമാനിൽ ഏറ്റവും അഫ്ളലായ ഭാഗമെന്ന് പറഞ്ഞാൽ അൻ യഅലമ, അവൻ അറിയലാൻ അന്നല്ലാഹ മഅഹു ഹൈസു കാൻ, അവൻ എവിടെയോ പോകുകയാണെങ്കിലും അവിടെ അവൻ്റെ കൂടെ ആരുണ്ട്. ഇതന്നെ ഈമാൻ. അതാണ് ഏറ്റവും വലിയ ഈമാൻ. അപ്പൊ ഈമാൻ എന്താണെന്ന് അറിയാത്തതിന് അർത്ഥം നമ്മൾ നടക്കുന്നത്. നിസ്കാരം നമുക്കറിയാം, നോമ്പ് ഈമാൻ എന്താ അറിയില്ല. ഞാൻ അറിയാം ഏത്? അഫ്ളലു ഈമാനിൽ മർഇ അൻ യഅലമ അന്നല്ലാഹ മഅഹു ഹൈസു കാൻ. അഫ്ളലു ഈമാനിൽ മർഇ അഫ്ളലു ഈമാനിൽ മർഇ. ഹദീസ് എഴുതിയേക്ക്. അഫ്ളലു ഈമാനിൽ മർഇ, ഒരു മനുഷ്യന്റെ ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ അൻ യഅലമ, അവൻ അറിയലാം അന്നല്ലാഹ മഅഹു, അല്ലാഹു അവന്റെ കൂടെയുണ്ട്. ഹൈസു കാൻ, അവൻ എവിടെയാണെങ്കിലും ആരുണ്ട്? അല്ലാഹ്. അതുണ്ട്. ഈ ബോധം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? ഈമാൻ. ബോധമില്ലെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? കുഫ്ർ എന്നും പറയാ. പല സൈസ് കുഫ്ർ ഉണ്ടല്ലോ. ഖഫിയ കുഫ്ർ എപ്പോഴെങ്കിലും പഠിച്ചോണ്ട് വരുന്നുണ്ട്. അവന് എന്താ പറയാ റേഞ്ചിൽ വരിക, മനസ്സിലായില്ല. ചിലപ്പോ റേഞ്ച് വരും, അപ്പോ അള്ളുണ്ട്, പിന്നെ റേഞ്ച് പോവും. അഫ്ളലു ഈമാനിൽ മർഇ, അഫ്ളലു ഈമാനിൽ മർഇ, ഒരു മനുഷ്യന്റെ ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ അൻ യഅലമ, അവൻ അറിയലാണ് അന്നല്ലാഹ മഅഹു, അല്ലാഹു അവന്റെ കൂടെയുണ്ട്. ഹൈസു കാൻ, അവൻ എവിടെയാണെങ്കിലും. ആ അറിവാണത്. ഇങ്ങനെ കിടക്കുക, ഞാൻ ഉറങ്ങുക, അപ്പോഴാണ് അവൻ എന്റെ വാളെടുത്ത് കൈക്കലാക്കിയത്. പിന്നെ അവൻ പൂരി പിടിച്ചു, അപ്പോൾ ഞാൻ ഉണർന്നു. എനിക്ക് പേടിയില്ല. എന്തുകൊണ്ട്? എനിക്കൊരു ഉറപ്പുണ്ട് എന്റെ കൂടെ. അല്ലാഹ് പിന്നെന്തിനാ പേടിക്കുന്നു? അത് പറഞ്ഞപ്പോ ഒറ്റ വാള് ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയം വരിക്കുക വാളുള്ള ആളല്ല, വാളില്ലാത്ത ആളാണ്. ലോകത്തെ ഏറ്റവും വലിയ വിജയത്തിന്റെ ആൾ ഇമാം മഹ്ദിയാണ്. ഇമാം മഹ്ദിക്ക് എന്തില്ല? വാളില്ല. ആ മനുഷ്യൻ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോഴത്തേന് യൂറോപ്പ് തകർന്നു വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഫമാ സിലാഹുഹു യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന്റെ ആയുധം എന്താണ്? അദ്ദേഹം വാളെടുക്കുക മുസ്ലിമീങ്ങൾ ഭയപ്പെടുത്താനാണ്. അഹ്ലുൽ കുഫ്റിനേക്ക് ഒന്നും വേണ്ട, അദ്ദേഹത്തിനൊന്നും വേണ്ട. ഫമാ സിലാഹുഹു, ഈ മനുഷ്യന്റെ ആയുധം എന്തായിരിക്കുമെന്ന് സ്വഹാബികൾ നബിയോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, അത്തസ്ബീഹു വത്തഹ്ലീലു വത്തക്ബീറു സുബ്ഹാനല്ലാഹ്, അത്തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് ആയുധം. ആരുടെ? മദീമാമിന്റെ. ഒന്നും വേണ്ട, കൽബിൽ ആരുണ്ട്? നമ്മളതല്ല. നമ്മൾ മാലമണി മറിച്ച് നോക്കുകയാണ്. ആയോ നമ്മൾ 1000 വട്ടം ചെല്ലാൻ തീരുമാനിച്ചു. 1000 കഴിഞ്ഞാൽ നിർത്തി. പിന്നെ നമ്മൾ ചെല്ലിയെന്നുള്ള ബോധം കൂടി നമുക്കില്ല. ഇമാം മഹ്ദിയുടെ ആയുധം എന്ത് എന്ന് സ്വഹാബികൾ ഹബീബായ നബിയോട് ചോദിച്ചപ്പോൾ ഫഖാല അത്തസ്ബീഹു വത്തഹ്മീദു വത്തഹ്ലീലു വത്തക്ബീർ സുബ്ഹാനല്ലാഹി
വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് ആ മനുഷ്യന്റെ ആയുധമെന്ന് മുഹമ്മദ് മുസ്തഫ. പേടിക്കണ്ട. നിന്റെ കൽബിൽ എന്റെ റബ്ബുണ്ട് എന്ന് ബോധമുണ്ടോ? എന്റെ കൽബ് ഉണ്ടോ? ഇജിപ്പ് മൂമിന, അപ്പോൾ നീ ജീവിച്ചോന. ഇല്ലേ, നീ മൂമിനല്ല, അപ്പോൾ നീ ജീവിച്ചവനുമല്ല. ഒന്നുകൂടി പറയും. 2, നിന്റെ കൽബിൽ ഏത് സമയം റബ്ബുണ്ടോ നീ ജീവിച്ചവനുമാണ്, നീ മൂമിനുമാണ്. ഇല്ലേ, നീ ജീവിക്കുന്നവനുമല്ല, മൂമിനുമല്ല. മുസ്ലിമാണ്. പള്ളി കമ്മിറ്റി കയറാ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹജ്ജ് ചെയ്ത് വന്ന ഒരാൾ, പലിശ കൊടുക്കുന്ന ഒരാൾ ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പലിശക്ക് ഇടക്കിടക്ക് പൈസ വാങ്ങുന്ന ഒരാൾക്ക് നല്ലൊരു സന്തോഷം തോന്നി. ഇപ്പം അയാൾ ഹജ്ജിന് പോയി ചെറിയ കുഞ്ഞിക്കുട്ടിയായി മടങ്ങി വന്നതല്ലേ, ഇനിയിപ്പോൾ അയാൾ സഹായിച്ച് കടം തരുമായിരിക്കും, പലിശ ഇങ്ങോട്ട് വാങ്ങൂല. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞിട്ട് ഇയാൾ പരിയിലിരിക്കണ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ആൾ ചെന്നു. അസ്സലാമു അലൈക്കും ഹാജിയരെ. വഅലൈക്കും അസ്സലാം. എനിക്ക് ചെറിയൊരു പൈസ അത്യാവശ്യം ഉണ്ടായിരുന്നു. പൈസ ഒന്നും ഇവിടെ ഇല്ലടാ. എന്താണ് പൈസ ഇവിടെ ഇല്ലടാ? ഇല്ല. പിന്നെ പിറ്റേന്നും ചെന്നു, പൈസ ഒന്നും ഇവിടെ ഇല്ലടാ. അങ്ങനെ 3-ാമത്തെ ദിവസം ചെന്നപ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു? ഹാജിയരെ, നിങ്ങളൊന്നും കിട്ടൂല എന്ന് വിചാരിക്കണ്ട, ഞാനൊന്നും കൂടി കുണം കൂട്ടി തരാറ്. ആ പാവം അയാൾ പറഞ്ഞു, അങ്ങനെ പറ, ഞാൻ വിചാരിച്ചൊന്നും ചെലവ് നിന്നില്ല. മനസ്സിലായി? ഈ 2 മനുഷ്യന്മാർ മരിച്ചിട്ടുണ്ട്. ഞാൻ പേര് പറയില്ല. ഇത് എന്നോട് ആ പലിശക്ക് വാങ്ങിയ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞതാ. അന്ന് എനിക്കൊരു 20 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ കല്യാണം കഴിച്ചില്ല. അങ്ങനെ ഇരുന്ന് പറഞ്ഞു. ആളെ ഞാൻ അറിയും, മറ്റേ ആളെ ഞാൻ അറിയും. എന്തേ പറഞ്ഞ ഇയാള്? അങ്ങനെയാണ് പറ, ചെലവൊന്നും ഞാൻ വിചാരിച്ചു കൊടുത്ത് നിന്നില്ല, അതുകൊണ്ട് ആ പഴയ റേറ്റിൽ ഇനി നടക്കൂല, കുറച്ചുകൂടി കൂട്ടിത്തരണം. ഇയാളിപ്പോൾ എന്ത് കഴിഞ്ഞ് വന്നതാണ്? ഇയാളെ പറ്റി ഇപ്പം നമ്മളൊരു സ്റ്റേജിലിരുത്തി വയലുകയാണെങ്കിൽ യൗമക്ക വലദത്തുഹു ഉമ്മുഹു, ഇതാ നമ്മൾ ആചാര്യ അള്ളാഹിന്റെ സഹായത്താൽ മുൻപൊക്കെ എങ്ങനെ ആയിരുന്നെങ്കിലും ഉമ്മ പ്രസവിക്കപ്പെട്ട ഉമ്മ ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ആചാര്യക്കാക്ക മടങ്ങി വന്നിക്കണമെന്ന് നമ്മൾ പറയും. അത് നമുക്ക് മജ്‌ലിസുന്നൂറിൻ്റെ ചോറും ഇറച്ചിയും കൂടി ആൾ തന്നാൽ എന്തായാലും പറയും. നമുക്കിപ്പോൾ അതാണല്ലോ ആവശ്യം. നമുക്ക് വായിച്ച് ഇടയ്ക്കിടയ്ക്ക് മജ്‌ലിസുന്നൂറിൻ്റെ ചോറും ഇറച്ചിയും കിട്ടുക എന്നുള്ളതാണ്. മജ്‌ലിസുന്നൂറിനെയും മൂപ്പര് കുറ്റം പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതും പറഞ്ഞാളാ, എനിക്ക് എന്തൊക്കെ എൻ്റെ മേലിൻ്റെ മേൽ ചാർജ് ചെയ്യാൻ പറ്റും ഒക്കെ പറഞ്ഞാളാ. അതുകൊണ്ടൊന്നും ഇച്ച് നന്നാവൂല. ഹജ്ജിന് പോകാത്തതുകൊണ്ട് ഇച്ച് നാശാവൂല, ഹജ്ജിന് പോയതുകൊണ്ട് ഇച്ച് നന്നാവൂല, മക്കത്ത് പോയതുകൊണ്ട് ഇച്ച് നന്നാവൂല. മക്കത്ത് ജനിച്ചോ നന്നായിട്ടില്ല. അബൂജഹൽ, അബൂലഹബ്. അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. ഹദീസ് ഒന്നും കൂടി പറയാം. അഫ്ളലു ഈമാനിൽ മർഇ അൻ യഅലമ അന്നല്ലാഹ മഅഹു ഹൈസു കാൻ. ഈമാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം അവൻ അറിയലാണ്. എന്തറിയലാണ്? അന്നല്ലാഹ മഅഹു, അല്ലാഹു അവന്റെ കൂടെയുണ്ട്. ഹൈസു കാൻ, അവൻ എവിടെയാണെങ്കിൽ. റബ്ബി ജല്ലല്ലാഹ് لا إله إلا الله